ഇല്ലെങ്കിൽ ഹരിത ഈ ജന്മം ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. അത്രയ്ക്ക് സഹിച്ചു നിൽക്കുക അവള്. നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ബിസിനസ് തുടങ്ങാനുള്ള പണം എങ്ങനെ കൊടുക്കാനാ? ഊർമിള തന്ന 5 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കല്ലേ. അതിന്ന് കുറച്ചെടുത്ത് മനോജിന് കടമായിട്ട് കൊടുക്കാം. അവൻ കുറേശ്ശായിട്ട് അത് തിരിച്ചു തന്നോളൂ. അതെ, ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ പണം കടം കൊടുത്ത കാര്യം നീ മറന്നുപോയോ ചന്ദ്രു? എല്ലാം അവൻ ദൂർത്തടിച്ച് തൊലച്ചില്ലേ? ഈ പണത്തിന്റെ അവസ്ഥ അതുതന്നെ ആയിരിക്കും. പണം കൈ വരുമ്പോ അഹങ്കാരവും ദുശീലവും തുടങ്ങും അവൻ. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭാര്യ ഉപേക്ഷിച്ചു പോകാതെ ഒപ്പം പിടിച്ചു നിർത്താനുള്ള ആഗ്രഹം ഇപ്പൊ അവനുണ്ട്. അഥവാ ബിസിനസ് വിജയിച്ചു വന്നിട്ട് ഈ പണം അവൻ തിരിച്ചു തന്നില്ലെങ്കിലും നമുക്കതങ്ങ് സഹിക്കാം. ചന്ദ്രു, അത് എന്നാലും മരുമോള് പിണങ്ങി പോവില്ലല്ലോ. മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ട് മാധവേട്ട. ചന്ദ്രു, നീ പറയുന്നത് എതിർപ്പ് പറയല്ലേ മാധവേട്ട. പെൺമക്കളുടെ കാര്യത്തിലെന്നല്ല, ആൺമക്കളുടെ കാര്യത്തിലും താലിച്ചരട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ബാധ്യത അച്ഛനും ഉമ്മയ്ക്കുവാ. നീ പറഞ്ഞത് നേരാ. ഞാനൊരു കാര്യം പറഞ്ഞ മാധവേട്ടനെ എതിർപ്പൊന്നും പറയരുത്. എന്താ ചന്ദ്രു? നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? നിലാവത്തൊരു ചെറിയ നടത്തം. നീ പറഞ്ഞാ ഞാൻ അനുസരിക്കാതിരിക്കുവോ? ശരി, നമുക്ക് പോകാം. എന്താ സെക്രട്ടറി പറഞ്ഞത്? ഈ കേസിന് വിജയസാധ്യത കുറവാണെന്ന്. പല വഴിവിട്ട കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നത് പാർട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാ. അതിൽ നിന്നും എനിക്ക് ഒരു ലാഭവും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാലോ. എന്നിട്ടിപ്പോ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ മാത്രം. അങ്ങനെയൊന്നും ഓർത്ത് നിരാശപ്പെടണ്ട. അർഹതയില്ലാത്ത കാശൊന്നും എണ്ണി വാങ്ങിയിട്ടില്ലാത്ത സ്ഥിതിക്ക് ദൈവം നീതി കാണിക്കാതിരിക്കൂ. ഈ കേസ് നമ്മൾ ജയിക്കും. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. ജയിക്കാൻ 1% പോലും സാധ്യതയില്ലെന്ന് പറഞ്ഞ പല കേസുകളും അവസാനം പുഷ്പം പോലെ ജയിച്ച ചരിത്രം എനിക്കറിയാം. വീരമണി സ്വാമികളല്ലേ ഇവന്റെ വക്കീല്. ഒട്ടും മോശക്കാരനല്ല. നിനക്ക് അനുകൂലമായ വകുപ്പുകൾ എന്തൊക്കെയോ ഇതിനകം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാ എന്റെ ഒരു സമാധാനം. വീരമണി സ്വാമികളെ പോലൊരു വക്കീല് നിനക്കുണ്ടായിട്ടും തോൽവിയാണ് നിനക്ക് സംഭവിക്കുന്നതെങ്കിൽ അതിന് കാരണം ജഗൻ കെട്ടിക്കൊണ്ടുവന്ന ആ വന്ദനയുടെ ശാപദോഷായിരിക്കും. അച്ഛാ, പാല്. കണ്ടോ, ശാപദോഷത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കൃത്യമായിട്ട് ശാപദോഷക്കാരി വന്നു. ആപശകുനം. ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ കേസ് തോക്കും. ശാപം പിടിച്ചവൻ. നിന്നോടിപ്പോ പാലുമായിട്ട് എഴുന്നള്ളാൻ ആരടി പറഞ്ഞത്? എന്റെ കട്ട പോകാണ്ട് നീ അടങ്ങുള്ളല്ലേ? പൊടി പുറത്ത്. നന്നായതാ. കുറുക്ക് ചാടി അപശകുനം വരുത്തിയ പൂച്ചക്കിട്ടൊന്ന് പിടച്ചത് നന്നായി. ശുഭലക്ഷണം.
ദേ ഇനി നീ കേസ് ജയിക്കും. ഒട്ടും ശരിയായില്ല. നാത്തൂൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ മരുമോളല്ലേ വന്ദന. ഓ ദേ സ്വന്തം അച്ഛനെ പോലല്ലേ നിങ്ങളെ അവള് കാണുന്നത്. സ്വന്തം അച്ഛനെ പോലെയല്ലേ? അച്ഛനല്ലല്ലോ. ആ പാവം നിങ്ങൾക്ക് പാലുമായിട്ട് വന്നപ്പോ അതെടുത്തെറിഞ്ഞത് വലിയ തെറ്റായിപ്പോയി. ആ പാവം പെണ്ണിന്റെ മനസ്സ് വേദനിച്ചാലേ ദൈവം പോലും പൊറുക്കില്ല. അവളെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ഒരു കേസും ജയിക്കാനും ആവില്ല. കണ്ടോടാ, അവക്കിപ്പോഴും കൂറേ അവ അരിഞ്ഞു കയറി വന്ന വന്ദനയോടാ. തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പാവമാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. ദൈവത്തിന്റെ കോടതിയില്ലേ ഇതിനൊക്കെ സമാധാനവും പറയേണ്ടി വരും. ഓ, പിന്നെ ആനന്ദവല്ലി ഇന്ന് വരെ ഒരു കോടതിയിലും സമാധാനം പറയാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്ന് പറയിപ്പിച്ചിട്ടേ ഉള്ളൂ. അതാണ് ചരിത്രം. അങ്ങനെയുള്ള എന്നോടാ അവളുടെ ഭീഷണി. ദേ, നീ ഒട്ടും പേടിക്കണ്ടടാ, കേസ് നമ്മൾ തന്നെ ജയിക്കും. ആ ആഹാ, മോള് പഠിക്കുകയാണോ? അങ്കിള്, ഈ ടൈഗറിന്റെ കുഞ്ഞിനെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നേ? ഈശ്വര, പെട്ടല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ കുഞ്ഞു പഠിക്കുന്ന സ്ഥലത്തേക്ക് എഴുന്നള്ളേ? അങ്കിള്, അങ്കിൾ എന്താ ആലോചിക്കുന്നേ? ഈ ടൈഗറിന്റെ കുഞ്ഞിനെ എന്താ വിളിക്കുന്നത്? അത് മോളെ, നമ്മൾ ഈ ടൈഗറിന്റെ കുഞ്ഞ് അടുത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ വിളിക്കണം, എന്നാലേ അടുത്തേക്ക് വരൂ. അയ്യേ, ഈ അങ്കിളിന് ഒന്നും അറിയില്ല. അങ്കിളെ, ഈ ടൈഗറിന്റെ കുഞ്ഞിനെ എന്ത് വിളിക്കുന്ന ചോദിച്ചത്? ഓ അതാണോ? ചൈൽഡ് ടൈഗർ. കുട്ടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നേ? ചൈൽഡ്. അപ്പൊ ടൈഗറിന്റെ കുട്ടി ചൈൽഡ് ടൈഗർ, സ്മോൾ ടൈഗർ എന്ന് വേണമെങ്കിലും പറയാം. വന്ദനമേ, ഈ ജയനാങ്കള് പറഞ്ഞ് കേട്ടില്ലേ? എന്താ വന്ദനമേ? വന്ദനമേ എന്തിനാ കരയുന്നേ? വന്ദനമേ, ആ മുത്തശ്ശി വരക്ക് പറഞ്ഞോ? എന്താ വന്ദനെ, എന്താ പറ്റിയത്? ഞാൻ കൊടുത്ത പാല് ഗ്ലാസ് അച്ഛൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ഒരു തെറ്റും ചെയ്യാതെയാ എന്നോട് അങ്ങനെ പെരുമാറിയത്. മുഖത്തൊരു തല്ല് തന്നിരുന്നെങ്കിൽ ഞാനത് സഹിക്കുമായിരുന്നു. ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായി പോയി. വന്ദനയും ഞാൻ അച്ഛനെ ന്യായീകരിക്കുകയാണെന്ന് കരുതരുത്. അച്ഛൻ്റെ പേരിലുള്ളൊരു കേസ് നാളെയാ വിധി പറയുന്നത്. അതിൻ്റെ ആലോചനയിലും ടെൻഷനിലൊക്കെ ആവും അച്ഛൻ. അതായിരിക്കും. എന്നാലും വന്ദനെ, സത്യത്തിൽ ആ കേസിൽ അച്ഛൻ നിരപരാധിയാ. സ്വന്തം പാർട്ടിയിലുള്ള ചിലരും എതിർ പാർട്ടിക്കാരും ചേർന്ന് ഈ കേസിൽ അച്ഛനെ കുടുക്കിയതാ. എന്നാലും ഈ കേസിൽ അച്ഛൻ ജയിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. സ്വന്തം പിതാവ് ജയിൽവാസം അനുഭവിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല.
ഒരു മകനും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നാളത്തെ വിധി അച്ഛന് ജയിൽ ശിക്ഷ നൽകിയാൽ പിന്നെ കരുണാകരക്കുറിപ്പില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്തൊന്നും ആ മനുഷ്യനില്ല. വന്നെനിക്കറിയാലോ, എന്റെ മുന്നിൽ ചാടിക്കടിക്കാൻ നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ എന്നോടുള്ള വാത്സല്യത്തിന്റെ നനവ് കാണും. ഒരു ദിവസം ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ ഒന്ന് കാണണം. അതിനാ പലപ്പോഴും തല്ലാനും ശകാരിക്കാനൊക്കെ വേണ്ടി എന്നെ തേടി വരുന്നത്. ജയനങ്കിള് കരയുന്നു. ജഗ, സോറി. ഞാൻ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആളിപ്പോ സൈലന്റ് ആയി പോയല്ലോ. എന്താ തണുപ്പ് ഉള്ളിലെ പ്രണയത്തെ മരവിപ്പിച്ചോ? ചന്ദ്രു, ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾക്ക് ഭാഷയില്ലടോ. അത് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരനുഭൂതിയാ. കവിത എഴുതാനുള്ള പുറപ്പാടിലാണോ? അറിഞ്ഞില്ല. നീ കളിയാക്കുകയൊന്നും വേണ്ട ചന്ദ്രു. പ്രണയം അനുഭൂതിയായി ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാ ഏതൊരാളും കവിയും കഥാകൃത്തും ഒക്കെ ആകുന്നത്. ഞാൻ നിന്നെ ഓർത്ത് എത്രയെത്ര കവിതകൾ കുറിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഓവോ, എന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. മോഹിച്ചയാളെ നിഴലുപോലെ കൂടെ കിട്ടുമ്പോ കവിതയ്ക്ക് എന്ത് പ്രസക്തി? ചന്ദ്രു, ദേ നീ ആ ചന്ദ്രനെ കണ്ടോ? ആ ചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നല്ലേ? അല്ല. പിന്നെ ആ ചന്ദ്രൻ മാധവചന്ദ്രികമാരെ കണ്ണു വെക്കാതിരിക്കാൻ നമുക്ക് കണ്ണിൽ പെടാതെ നടക്കാമെന്ന് പറഞ്ഞതാ.
ചന്ദ്രു, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയ സമയത്ത് ദേ ഈ വഴിയോരത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങൾക്കും നിന്റെ പേരറിയാമായിരുന്നു. ഒറ്റയ്ക്ക് ഈ വഴി നടക്കുമ്പോ നാവില്ലാത്ത എല്ലാറ്റിനോടും ഞാൻ എന്റെ പ്രണയം പറയുമായിരുന്നു. ഈ പ്രണയം ഭ്രാന്താണെന്ന് പറയുന്നത് അപ്പൊ ശരിയാണ് അല്ലേ? ഒരു സുഖമുള്ള പ്രാന്ത്. അല്ല ചന്ദ്രു, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? മാധവേട്ട, ഈ തണുപ്പത്തോ? ഈ ഐസ്ക്രീമിന്റെ മധുരത്തിന് നീ ആദ്യമായി എനിക്ക് വാങ്ങിത്തന്ന ആ ഐസിന്റെ മധുരം തന്നെയാ. ഞാനിപ്പോ വരാം. എവിടെ പോവാ? വരാവുന്നേ. അച്ചച്ചാ, അച്ചച്ചാ, ഞാനും വന്നു. മോളോ? മോളെങ്ങനെ ഇവിടെ? ദീമോളുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ആണോ? അച്ഛനും അമ്മയും ഇവിടെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങള് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ. മോളെ, മോൾക്ക് ഐസ്ക്രീം വേണ്ടേ? അച്ഛാ, അവളിപ്പോ കുടിച്ചതേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ദാ മോളെ, ദാ മോളെ, മോള് കഴിക്കും. താങ്ക് യു അച്ചച്ചാ. എല്ലാം കൂടി കഴിച്ച് പനി ഉണ്ടാക്കി വെക്കേട്ടോ. മോളെ, എന്റെ കുഞ്ഞിനെ വഴക്ക് പറയല്ലേ? ഏതായാലും നിങ്ങളെ കണ്ടപ്പോ സന്തോഷമായി. മോളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കയായിരുന്നു. ഇന്ന് നമുക്ക് വീട്ടിൽ തങ്ങിയിട്ട് പോവാം. എതിർപ്പൊന്നും പറയണ്ട, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അച്ഛാ, അത് ശരിയാവില്ല. ഞാനവിടെ ആരോടും ഇല്ല, ഇന്ന് അച്ചച്ചന്റെയും അച്ഛമ്മേടെയും കൂടെ പോവാൻ വന്ദനമേ. എനിക്ക് സുചിത്ര ആന്റിയെയും വിനിയോങ്കിളിനെയൊക്കെ കാണണം. പ്ലീസ് ജഗനങ്ങളെ. വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മോളെ, മോനിരിക്കെ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞു അല്ലേ ചന്ദ്രു? മാധവേട്ടന്റെ ഒരു കാര്യം, പിള്ളേര് നിൽക്കുന്നത് കണ്ടില്ല? ഓ, രമണൻ ചന്ദ്രിക പ്രണയകഥ പോലെ തന്നെ നാട്ടില് പാട്ടാ മാധവ ചന്ദ്രിക പ്രണയകഥയും. മിക്കവാറും ആരെങ്കിലൊക്കെ ഇവരുടെ കഥ സിനിമയാക്കി ഇറക്കും. എന്ന് നിന്റെ മൊയ്തീൻ എന്ന പോലെ. അപ്പൊ ദിയമോക്ക് കാണാം കേട്ടോ. മതി മതി. ഇവള് നാളെ മുതൽ കഥയും ചോദിച്ചോണ്ട് വരും. ഈ കഥ ദിയമ്മള് മുത്തശ്ശിയോട് ചോദിക്കും. അമ്പടി കള്ളി. ഇവളാള് ഭയങ്കരിയാ. നേരെ ഒരുപാടായി.
എല്ലാരും പോയി കിടക്കാൻ നോക്ക്. ഉം. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് അച്ഛമ്മേ. ആ ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. അച്ഛൻ. ആ ശരി. അല്ല, എന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? നമുക്കും പോയി കിടക്കാം. എന്താ ആലോചിക്കുന്നേ? നമ്മള് മനോജിന് പണം കൊടുത്ത് സഹായിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നു നീ? ഓർക്കുന്നുണ്ട്. ഊർമിള തന്ന പണത്തിൽ നിന്ന് മനോജിന് പണം കൊടുക്കാമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് വേണ്ട. എന്റെ ഫ്രണ്ട് സോമൻ നായരുടെ കെയർ ഓഫിലാ എനിക്ക് ഈ ഓട്ടോ ഓടിക്കാൻ കിട്ടിയത്. ഈ ഓട്ടോയുടെ ഓണർ ഗോപാലകൃഷ്ണൻ സാറിന് എന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അറിയാം. ലോകത്ത് ആരും ചെയ്യാത്തൊരു ഉപകാരം അദ്ദേഹം എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്.